ഹോർമൂസ് കടലിടുക്കിന്റെ ഭൂപടം തിരുത്തിവരച്ച ഇറാൻ. ടെഹ്റാന്റെ കണ്ണിൽ ഇറാനെയും ഒമാനെയും വേർതിരിക്കുന്ന ഇടുങ്ങിയ കടലിടുക്ക് മാത്രമല്ല, മറിച്ച് വിശാലമായ പ്രവർത്തന മേഖലയാണ് ഇനി ഹോർമൂസ്. ഇറാൻ സൈന്യമാണ് ഹോർമൂസിന്റെ പുതിയ ഭൂപടം തയ്യാറാക്കിയത്. നേരത്തെ ഹോർമൂസ്, ഹെൻഗാം ദ്വീപുകൾക്കിടയിലുള്ള ഒരു ചെറിയ പ്രദേശം മാത്രമായിരുന്നു ഹോർമൂസ് കടലിടുക്ക്. എന്നാൽ ഇന്നത് മാറിയിരിക്കുകയാണ്. IRGCയുടെ നാവികസേന ഡെപ്യൂട്ടി പൊളിറ്റിക്കൽ ഡയറക്ടർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു. ഇപ്പോൾ കിഴക്ക് ഇറാന്റെ തുറമുഖ നഗരമായ ജാസ്ക് മുതൽ പടിഞ്ഞാറ് സിറി ദ്വീപ് വരെയുള്ള ഭാഗമാണ് IRGC ഹോർമൂസ് കടലിടുക്കായി കണക്കാക്കുന്നതെന്ന് അക്ബർ സാദെ പറഞ്ഞു. ഇതുപ്രകാരം ഹോർമൂസ് കടലിടുക്കിന്റെ വീതി 32 കിലോമീറ്റർ മുതൽ 42 കിലോമീറ്റർ എന്നതിൽ നിന്ന് 322 മുതൽ 483 കിലോമീറ്ററായി വർദ്ധിക്കും. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ 10 മടങ്ങ് അധികമാണിത്. ഹോർമൂസ് കടലിടുക്കാണ് ഇറാൻ US യുദ്ധത്തിലെ ഏറ്റവും നിർണായക ഘടകങ്ങളിലൊന്ന്. ലോകത്തെ എണ്ണ, ദ്രവീകൃത പ്രകൃതിവാതക ചരക്ക് നീക്കത്തിന്റെ 1/5 ഹോർമൂസ് കടലിടുക്കിലൂടെയായിരുന്നു കടന്നു പോകുന്നത്. ഇന്ത്യ, സൗദി അറേബ്യ, ഇറാഖ്, കുവൈത്ത്, UAE, ഖത്തർ എന്നീ രാജ്യങ്ങൾ മറ്റിടങ്ങളിലേക്കുള്ള ഊർജ്ജ കയറ്റുമതി, ഇറക്കുമതിക്കായി ആശ്രയിച്ചിരുന്നതും ഹോർമൂസിനെയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് പിന്നാലെ ഇറാനും US ഹോർമൂസിലെ ചരക്ക് നീക്കം തടസ്സപ്പെടുത്തിയതോടെ എണ്ണവിലയിൽ വലിയ വർധനവുണ്ടായി. ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $72 നിന്ന് $120 വർദ്ധിച്ചത്. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ മുന്നോട്ട് വച്ച പുതിയ നിർദ്ദേശങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയതോടെ ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി അവസാനിപ്പിക്കുന്നത് ഇനിയും വൈകും. ഇറാന്റെ പുതിയ നിർദ്ദേശങ്ങൾ ചവറാണെന്നും വിഡിതമാണെന്നും ട്രംപ് പ്രതികരിച്ചു. മിഡിൽ ഈസ്റ്റിലെയും വെടിനിർത്തൽ മരണക്കിടക്കയിലാണ്. ഡോക്ടറുടെ ഭാഷയിൽ പറഞ്ഞാൽ ജീവിച്ചിരിക്കാൻ അത് 1% സാധ്യത മാത്രമേ ഉള്ളൂവെന്നും വൈറ്റ് ഹൌസിൽ ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഹോർമൂസിൽ തങ്ങളുടെ ആധിപത്യത്തിന് മുൻഗണന നൽകിയുള്ള നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസം ഇറാൻ മുന്നോട്ട് വച്ചത്. യുദ്ധത്തിന് തങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്നും USന്റെ നാവിക ഉപരോധം അവസാനിപ്പിക്കണമെന്നും പുതിയ ആവശ്യത്തിൽ ഉന്നയിച്ചിരുന്നു. അതിനിടെ ഇറാനുമായുള്ള യുദ്ധച്ചെലവിന്റെ പുതിയ കണക്ക് പെന്റഗൺ പുറത്തുവിട്ടിരുന്നു. $2,900 കോടി ചെലവായെന്നാണ് പെന്റഗണിന്റെ കണക്ക്. കഴിഞ്ഞ മാസം പുറത്തുവിട്ട കണക്കിനേക്കാൾ $400 കോടി കൂടുതലാണിത്. അതിനിടെ ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷിത യാത്രയെക്കുറിച്ച് ഒമാനും ഇറാനും ചർച്ച നടത്തിയിരുന്നു. തന്ത്രപ്രധാനമായ ജലപാതയിലൂടെയുള്ള കപ്പലുകളുടെ സുരക്ഷിതമായ സഞ്ചാരത്തെ കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ നടന്നതെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ലോകത്തെ ഏറ്റവും നിർണായകമായ എണ്ണക്കപ്പൽ പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിലെ സമുദ്ര സുരക്ഷ, പ്രാദേശിക സ്ഥിരത, തടസ്സമില്ലാത്ത കപ്പൽ ഗതാഗതം ഉറപ്പാക്കൽ എന്നിവയിലായിരുന്നു ചർച്ചകൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. കൂടിക്കാഴ്ചയിൽ ഹോർമൂസ് കടലിടുക്ക് തങ്ങളുടെ പ്രാദേശിക ജലാതിർത്തിയുടെ ഭാഗമാണെന്ന് വിശേഷിപ്പിച്ച ഇരു രാജ്യങ്ങളും തങ്ങളുടെ അവകാശങ്ങൾ ഊന്നിപ്പറഞ്ഞു. മേഖലയിൽ സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്നതിൽ അയൽ രാജ്യങ്ങളായ ഒമാനും ഇറാനും തമ്മിലുള്ള ഏകോപനത്തിന്റെ പ്രാധാന്യവും ചർച്ചയിൽ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് രാഷ്ട്രീയ സമ്മർദ്ദത്തിനോ സാമ്പത്തിക ഭീഷണിക്കോ ഉപയോഗിക്കരുതെന്ന് ഇറാനോട് ഖത്തറും പറഞ്ഞു. ദോഹയിൽ ഉന്നതതല സുരക്ഷാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി ഷായ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽത്താനിയാണ് മുന്നറിയിപ്പ് നൽകിയത്. നാവിഗേഷൻ സ്വാതന്ത്ര്യം ചർച്ച ആയുധമല്ലെന്ന് ഷായ്ഖ് മുഹമ്മദ് പറഞ്ഞു. സംഭാഷണത്തിനും സംഘർഷം കുറയ്ക്കുന്നതിനും ഖത്തർ പിന്തുണ നൽകുന്നു. എന്നാൽ ആഗോള ഊർജ്ജ വിതരണ ശൃംഖലയെ രാഷ്ട്രീയ പരാതികളുടെ പേരിൽ ബന്ദിയാക്കാൻ പാടില്ല. ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുടെ ജീവനാടിയ വ്യാപാര പാതകൾക്ക് ഏകപക്ഷീയമായ ഭീഷണികൾ ഉയർന്നാൽ ഖത്തർ ഇനി മൗനം പാലിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ വിദേശ നാവികസേനയുടെ സാന്നിധ്യമാണ് പരിഹാരത്തിന് തടസ്സമെന്നാണ് ഇറാന്റെ വാദം. അതേസമയം തന്നെ ഹോർമൂസ് കടലിടുക്കിൽ ഒരു ഡിജിറ്റൽ ടോൾ ബൂത്ത് സ്ഥാപിക്കാൻ ഇറാൻ നീക്കം നടത്തുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. തന്ത്രപ്രധാന ജലപാതയിലൂടെ കടന്നുപോകുന്ന കടലിനടിയിലെ ഇന്റർനെറ്റ് കേബിളുകളുടെ വിപുലമായ ശൃംഖലയിൽ നിന്ന് വരുമാനം നേടാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സുമായി ബന്ധമുള്ള മാധ്യമങ്ങൾ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടതോടെയാണ് ഇത്തരം അഭ്യൂഹങ്ങൾ ശക്തമാകുന്നത്. ഇന്റർനെറ്റ് കേബിളുകൾ വിച്ഛേദിക്കുമെന്നും കപ്പൽ ഒന്നിന് $20 ലക്ഷം വീതം ഈടാക്കുമെന്നുമുള്ള ഭീഷണികൾക്ക് പിന്നാലെയാണ് ഡിജിറ്റൽ ടോൾ ബൂത്ത് ആശങ്കകളും ഉയരുന്നത്. ഹോർമൂസ് കടലിടുക്കിനെ പ്രതിദിനം $10 ട്രില്യണിലധികം സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന മേഖലയായാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥർ കണക്കാക്കുന്നതെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കടലിനടിയിലെ കേബിളുകൾക്ക് നികുതി ഈടാക്കാനുള്ള 3 ഘട്ടങ്ങളുള്ള പദ്ധതി അവർ ആസൂത്രണം ചെയ്യുന്നതായും പറയപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.